ലിബ്ര ഉപകരണങ്ങളിലേക്ക് സ്വാഗതം. ലിബ്ര റോട്ടി മേക്കറിന്റെ സഹായത്തോടെ റോട്ടി തയ്യാറാക്കുമ്പോൾ നേരിടപ്പെടുന്ന ചില സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടായി. ഞങ്ങൾ സാധാരണയായി ചെയ്യുന്ന എല്ലാ തെറ്റുപറ്റലുകളും ശരിയായ റോട്ടി തയ്യാറാക്കുന്നതെങ്ങനെ എന്നതും വിശദീകരിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വീഡിയോ റോട്ടി മേക്കർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെ സഹായകരമായിരിക്കും. അതിനാൽ ഞങ്ങൾ നിങ്ങളെ മുഴുവൻ വീഡിയോ കാണാൻ നിർദ്ദേശിക്കുന്നു. ലിബ്ര റോട്ടി മേക്കറോടൊപ്പം നിങ്ങളുടെ റോട്ടി നിർമ്മാണ അനുഭവം മെച്ചപ്പെടുത്താൻ. എല്ലാംക്കിടയിലും മുഴുവൻ വീഡിയോ കാണുന്നുവെങ്കിലും റോട്ടി തയ്യാറാക്കാൻ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ചാലും നിങ്ങൾക്ക് മറ്റേതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വെർച്വൽ ഡെമോൺസ്ട്രേഷൻ ടീമിനെ വിളിക്കാം. കൂടുതൽ സഹായത്തിനായി റോട്ടി മേക്കറിൽ തന്നെ വിവരിച്ച നമ്പർ ഉപയോഗിച്ച്. 1. ശരിയായ മാവ് ഉപയോഗിക്കൽ. മാർക്കറ്റിൽ ലഭ്യമായ ഗോതമ്പ് മാവിന്റെ 2 തരം ഉണ്ട്. ഒന്നാണ് പാക്ക് ചെയ്ത അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത്, മറ്റൊരുതാണ്. അത് ഞങ്ങൾ പ്രാദേശിക ചാക്കിയിൽ നിന്ന് വാങ്ങുന്നതാണ്. അഥവാ മാവ് ഗ്രൈൻഡർ എന്നിവ വീട്ടിൽ ഉപയോഗിക്കുന്നു. ഏറ്റവും നല്ല പ്രകടനത്തിനായി പാക്ക് ചെയ്ത മാവ് ഉപയോഗിക്കുന്നത് മികച്ചതാണ്. പ്രോസസ്സിംഗ് ചെയ്യാതെ പ്രാദേശിക മാവ് ഉപയോഗിക്കാൻ നിങ്ങൾ സാധിച്ചത് റോട്ടി ശരിയായി പാകമാകില്ല. കാരണമാകുന്നത് പ്രാദേശിക മാവിൽ സൃഷ്ടിക്കുന്ന വലുതായ കണങ്ങളാണ്. ചട്ട് കഠിനമായി മാറുന്നതിന്റെ ഫലമായി അത് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നു. മറ്റേയും റോട്ടി കട്ടിയാകും. അങ്ങനെ പാകമാക്കിയ റോട്ടിയിൽ ചില പാകമാകാത്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. നാം പ്രാദേശിക അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയ മാവ് ഉപയോഗിക്കാം, പക്ഷേ അത് പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. അത് അടുത്ത ക്ലിപ്പിംഗിൽ വിശദീകരിക്കുന്നു. നാം പ്രാദേശിക അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയ മാവ് സീവ് ചെയ്യണം. ഉപയോഗിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ മേഷ് ഉപയോഗിച്ച് സീവ് ചെയ്ത് മാവിലെ വലുതായ കണങ്ങൾ നീക്കം ചെയ്യണം. ഒരു വ്യക്തി പറയാം, സീവിംഗ് കൂടാതെ റോട്ടി ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു എന്ന്. വാതക് ബർണറിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അവകാശപ്പെട്ട് നിങ്ങൾ ശരിയാണ്. പക്ഷേ റോട്ടി മേക്കറിന്റെ കാര്യത്തിൽ ചട്ട തയ്യാറാക്കുന്നതിന് മുമ്പ് സീവിംഗ് അനിവാര്യമാണ്. നാം ചട്ട ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റു ചൊട്ടും സീവ് ചെയ്ത മാവ് ഉപയോഗിച്ച് റോട്ടി ഉണ്ടാക്കുന്നതിൽ റോട്ടി എന്തെങ്കിലും പ്രശ്നമില്ലാതെ വിജയകരമായി ഉണ്ടാകുന്നു. റോട്ടി മേക്കർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് ചട്ട തയ്യാറാക്കുന്നതിന്റെ കലയാണ്. നമുക്ക് 2 കപ്പ് മാവും 1 കപ്പ് വെള്ളവും ഉപയോഗിക്കണം. അഥവാ 2:1 അനുപാതത്തിൽ ചട്ട തയ്യാറാക്കാൻ. നിങ്ങൾ ചേർക്കുന്നുണ്ടോ? കൂടുതൽ വെള്ളമോ കുറവ് വെള്ളമോ ചേർക്കുന്നതു സഹായമാകില്ല. ഇത് ചപ്പാത്തി അതിവരയാവുകയോ മാവ് ഉപയോഗിക്കാൻ വളരെ പുറയാവുകയോ ചെയ്യും. കൂടാതെ മാവ് തയ്യാറാക്കുമ്പോൾ ആവശ്യമായ വെള്ളം ഒരുമിച്ച് ചേർക്കരുത്. പ്രവർത്തനത്തിൽ അത് വളരെ ശ്രദ്ധയോടെ സുരക്ഷിതമായി ഭാഗമായി സാവധാനം ചേർത്ത് മിക്സിംഗ് ഒരുപോലെ നടത്തണം. മാവ് ഗോളുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് 30 മിനിറ്റ് വെട്ടിവെക്കണം. മാവ് മറച്ചു വെക്കണം. മാവ് ഗോളത്തിന്റെ വ്യാസം ഏകദേശം 1 ഇഞ്ച് ആയിരിക്കണം. മാവ് വളരെ ശരിയായി നന്നായി എടുത്തുമുറിച്ച് മാവിന്റെ ഉപരിതലത്തിൽ പിളകു വരുന്നത് സൂക്ഷ്മമായി ഒഴിവാക്കണം. മാവ് ഗോലിനെ കുറച്ച് ഉണക്ക അടിയും ചേർത്ത ശേഷം അല്പം അമർത്തുക. മാവ് ഗോലിനെ ചൂടുകൂടിയിൽ വെക്കുന്നതിന് മുൻപ് മാവ് ഗോലനെ കേന്ദ്രം വിട്ടുവയ്ക്കണം. ചൂടുകൂടിയുടെ മുകളിലുള്ള അറ്റക്കരയിൽ ശ്രദ്ധയോടെ വേണം വെക്കണം, പ്ലേറ്റിന്റെ മധ്യത്തിൽ അല്ല. ഇത് വളരെ പ്രധാനമാണ്. അതല്ലെങ്കിൽ മാവ് ശരിയായി മന്ദപ്പെടുത്തുന്നതുണ്ടാകില്ല. ഒരു പൂർണ്ണമായ വൃത്തമായി തണുത്തിലിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന മാവ് ഉപയോഗിക്കുന്നുവെങ്കിൽ